നോക്ക് വെള്ളം, പുൽച്ചിക്കാട്ടിലെ വെള്ളം എന്താണ് ഗുളു 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 വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാ. സൗണ്ട് കേട്ടോക്കുതാ. എടുത്തോ. എടുത്തോ. ഇത് നോക്കൂ, ഗുളുഗുളു വെള്ളം ഇങ്ങനെ വന്നു അങ്ങനെ പോവും. എന്നിട്ട് നമ്മളിങ്ങനെ പോയിട്ട് ഇവിടെ വാപ്പക്കൊരു പാലുണ്ടാക്കി. ഞാൻ വാപ്പക്കാൻ്റെ ഈ തൊടു മൊത്തം ഈ ഒരു തോടിൽ ഇതാണ് ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ തോട് ഈ വാപ്പക്കാൻ്റെ തൊടു കൊണ്ടുള്ള കൂടെ ചുറ്റും സർക്കംഫറൻസ് ഇതാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടില്ലേ എന്താ വെള്ളം അറിയോ? എന്താണ് ഈ ഒരു നോക്കി, എന്താണ് ഇതാ പുൽച്ചിക്കാട് മാഷാ. എന്താണ് ഇത്? ഇതിൻ്റെ പേരെന്താ? പെരുഞ്ചെറ. കാരണം ചെറ പറഞ്ഞ തോട് അതിനെ ചുറ്റുമുള്ള ഉണ്ടെന്ന് കാണിക്കണ പേര് ആക്കല്ലേ. പുൽച്ചിക്കാടാണ് അപ്പുറത്ത് കാണുന്നത്. ഇത് പെരുഞ്ചെറ. കണ്ടില്ലേ എന്താണ് ഭംഗി! ഈ ഭംഗി നിങ്ങൾക്ക് എവിടെ പോയാലും ആസ്വദിക്കാൻ പറ്റൂല സത്യമായിട്ടും. ഇതാണ് നമ്മുടെ വാപ്പക്ക നമ്മുടെ ഫാർമറാണ്. ഇതൊക്കെ പഠിച്ചതാ. ഇത് നിങ്ങൾ പറഞ്ഞ ഇതാണ് നിങ്ങളുടെ ഇഞ്ചി എന്ന് പറയുന്നത്. ഈ ഇഞ്ചിക്കൊക്കെ നല്ല ഇഞ്ചി, ഹോം മെയ്ഡ് ഇഞ്ചിയാണ്. അത് അപ്പുറത്ത് കാണുന്നത് ഇതാണ് മഞ്ഞൾ. ഈ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നല്ല കുറുക്കുമീനൊക്കെ മുഖത്തിനൊക്കെ ഭയങ്കര നല്ലതായിട്ടുള്ള, വളരെ നാച്ചുറലായിട്ട് ഒന്നും കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയ മഞ്ഞൾ ഭംഗിയാവും. അത്രയും നമുക്ക് ഈ ഒരു ബ്യൂട്ടിക്കൊക്കെ എവിടെ പോയാലാ കിട്ടുക? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇതാണ് വാപ്പക്കാൻ്റെ ഒരു തേങ്ങട്ടതാണ് അവിടെ. അങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഇതാക്കണില്ല, അവിടെ തേങ്ങട്ടിക്കണ്. അങ്ങനെ കുറേ ആ സ്ഥലത്തൊക്കെ നോക്കി തന്നെ നിങ്ങൾക്ക് തേങ്ങട്ടതായി കാണാൻ പറ്റും. അവിടെ തേങ്ങ ഉണ്ട്, അപ്പുറത്തെ തെങ്ങിൽ തേങ്ങ ഉണ്ട്, അടുത്തതിൽ തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതെ എല്ലാ ഉറുമ്പ്. ഇത് ഉറുമ്പിന്റെ പുറ്റാണ്. ഇത് ഉറുമ്പിന്റെ വീടാണ്. നോക്ക് വാപ്പക്ക ഉറുമ്പിനെയും വളർത്തുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കണം. അതാ ഉറുമ്പുകൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. വളരെ നമുക്ക് ഉറുമ്പാണ്, ഉറുമ്പിന്റെ വീട്. ഞങ്ങൾ മനസ്സിലാക്കി നോക്ക് എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു ആ ഉറുമ്പുകൾക്ക് ആ വീടൊക്കെ ഉണ്ടാക്കാനുള്ള ബുദ്ധിയൊക്കെ കൊടുത്ത്. എന്ത് മനോഹരമായിട്ട് ഖുർആനിൽ പറയുന്നുണ്ട് ഉറുമ്പുകളെ വീടുണ്ടാക്കണെ കുറിച്ചിട്ടൊക്കെ. ഭയങ്കര ഇതായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നോക്കി നിങ്ങൾ എത്ര മനോഹരമാണ്. അവിടെ അപ്പുറത്ത് കുറേ കണ്ടില്ലേ ഈ മഞ്ഞൾ വളർത്തുന്നുണ്ട്. പിന്നെ അവിടെ ചേന വളർത്തുന്നുണ്ട്. പിന്നെ ഇത് പണിക്കാർക്ക് ചായ കുടിക്കാനും ഒക്കെ ഒന്ന് മൂടാവാനുള്ള സ്ഥലം, വണ്ടി എടുക്കാനും ഉണ്ടാക്കി കൊടുത്ത് ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുത്തൊരു സ്ഥലമാണ്. കുറേ വാഴകളുണ്ട്. നോക്ക് ഇങ്ങനെ പ്ലാന്റേഷൻ ഉണ്ടാക്കി നോക്ക്. ഓരോ അട്ടിയായിട്ട് ഉണ്ടാക്കിയത്. നിങ്ങളെന്നെ ജസ്റ്റ് നോക്കി നോക്കുക എന്ത് ഭംഗിയാണ് കാണാൻ. കുറേ ഉറുമ്പുകൾ വളർത്തുന്നത്. നമുക്ക് അടുത്ത ഉറുമ്പിന്റെ വീടാണ് ഇവിടെ കാണുന്നത്. ഈ ക്വാർട്ടേഴ്സ് ഇവിടെ ഉണ്ട്. അടുത്തത് ഇവിടെ ഉണ്ട്. ഇനി ഞാൻ അവിടെ ഒന്ന് കണ്ടിരുന്നല്ലോ, ഉറുമ്പുകൾക്ക് ജീവിക്കാൻ വരെ വാപ്പക്ക ഫ്രീ ആയിട്ട് സ്ഥലം കൊടുക്കുക. ഇത് കണ്ടോ? അത് കണ്ടോ? അതാണ് അത് ഈ കാണുന്നത് ഉറുമ്പുകൾക്ക് ജീവിക്കാൻ വാപ്പക്ക കൊടുത്ത സ്ഥലമാണ്. ക്വാർട്ടേഴ്സ്. നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം മനോഹരമാണ് ഇത് കാണാൻ, എത്രത്തോളം ഭംഗി ആണ്. പിന്നെ ഇവിടെ ഒരു ആന ഉണ്ട്. ആന നിങ്ങൾ കണ്ടില്ലല്ലോ. ഇതൊക്കെ നോക്ക് എന്ത് ഭംഗിയാണ്. ഇതാണ് ആനപ്പാറ എന്ന് പറഞ്ഞ പാറ. ഇത് പണ്ട് വാപ്പാന്റെ കാലത്ത് ഉള്ള പാറ, ആനപ്പാറ. പാറ കണ്ട നിങ്ങള്? മുകളിൽ കാണുന്ന പാറയാണ്. ആനയാണ് പണ്ടത്തെ ബ്രിട്ടീഷുകാർ പേടിച്ച് ഓടിയ ആന. കണ്ട ആനന്റെ പോലെ ആ സ്ഥലത്ത് നിന്ന് അതിന്റെ ആംഗിൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആനന്റെ മൂക്കുണ്ടല്ലോ, തുമ്പിക്കൈ എടുത്ത മാതിരിയാണ് കിട്ടുക. ഒക്കെ നോക്കി എത്ര മനോഹരമാണിത്. കാണിച്ചുതരാം. അവിടെ നിന്ന് ഞാൻ വ്യൂ കാണിച്ചുതരാം കേട്ടോ. കണ്ടില്ലേ ഒരു ആനന്റെ തല, അത് തുമ്പിക്കൈ ഇട്ട് നിൽക്കുന്ന പോലെ ആ ഒരു വ്യൂ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ ഇതൊരു ആനപ്പാറയാണ്. ഈ സൈഡിൽ നിന്ന് കാണുമ്പോൾ കറക്റ്റ് ആന തുമ്പിക്കൈ പൊക്കിയ പോലെയാണ് തോന്നുന്നത് അല്ലേ? ഒരു ആനപ്പാറ.
കാലത്തുള്ള ആനപ്പാറയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അത്രയും മനോഹരമാണ് ഇവിടെയൊക്കെ. നിങ്ങൾ വന്ന് നോക്കണം എന്തായാലും വിസിറ്റ്. എല്ലാവർക്കും 100 റുപ്യ, ഒരാൾക്ക് വീതം 100 റുപ്യ. 30 മിനിറ്റ് മാക്സിമം നിങ്ങൾക്ക് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ ആപ്പൊക്കെ അനുവദിക്കും. അതല്ലേ. പിന്നെ ഇവിടെ കുറേ ഈന്തിൻ്റെ മരമുണ്ട്. ഈന്ത് എന്ന് പറഞ്ഞാൽ സൈക്കസ് ആണ്. സൈക്കസ് എന്ന് പറഞ്ഞാൽ ഡൈനോസറുകളുടെ കാലത്തുള്ള മരങ്ങളാണ്. ഇത് അടുത്ത വേറൊരു സ്ഥലത്ത് അതുണ്ട്. പിന്നെ ഇവിടെ പന ഉണ്ട്. പനയുടെ കുരു ഒക്കെ ജീവികൾക്ക് തിന്നാനും ഒക്കെ. പിന്നെ ആളുകളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ജീവിക്കുന്നുണ്ട്. പിന്നെ പുളിമരം ഒക്കെ ഉണ്ട്. അതാ പുളിമരം കണ്ടോ നിങ്ങൾ? പുളിമരം കണ്ടോ? പുളിമരമാണ് ഇത് കാണുന്നത്. പുളിമരം ഉണ്ട്, മാവുണ്ട്. എന്താണ് മനോഹരം! ഇതൊന്നും നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടൂല. എത്ര സിറ്റിൻ്റെ നടുവ് പോയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ദിവസം വന്നിട്ട് ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ വരുന്നത് ഭയങ്കര നല്ലതായിരിക്കും. എവിടെ മുളക്കൂട്ടം? എവിടെ 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 കാണില്ലല്ലോ. ഈ ആ കൂട്ടി ഒന്നായിട്ട് കാണില്ലേ കൂട്ടം? അത് മുളാണ്. മുളം കൂട്ടം. അങ്ങോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, എനിക്ക് കണ്ടിട്ട് മനസ്സിലാകാത്ത കൊണ്ടാണ്. ഓ, അത് മുളാണല്ലേ? ആ, ഇത് കണ്ടില്ലേ? കണ്ടോ? ഇത് തേങ്ങാക്കൂട്ടാണ്. ഇതിപ്പോൾ ഓരോ തെങ്ങും ഇത്ര തേങ്ങാണ് ഇതാക്കുന്നത്. ഒരു തേങ്ങനെ കുറിച്ച് വാപ്പൊക്കെ ഞങ്ങൾ പറയാം. എന്താണ് തേങ്ങേൻ്റെ ഇത്? തേങ്ങക്ക് 25 റുപ്യ ആ കണക്കല്ല. തേങ്ങേൻ്റെ ഉപകാരങ്ങളെ കുറിച്ച് പറയും. തേങ്ങ കൊണ്ട് എന്തൊക്കെയാണ് ഇതുണ്ടാവുക, ബെനിഫിറ്റ്സ്. ഒരു തേങ്ങയുടെ ഒരു തെങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപകാരപ്രദമാണോ? ഓല പിന്നെ നമുക്ക് മുടഞ്ഞ് ഉപയോഗിക്കാം. പിന്നെ ചിരട്ട, കാർബൺ ഉണ്ടാക്കാൻ ചിരട്ട ഉപയോഗിക്കാം. അതിനുള്ള കാമ്പ് നമുക്ക് വെളിച്ചെണ്ണക്ക് ഉപയോഗിക്കാം. ഭക്ഷണം പാകം ചെയ്യാൻ പച്ച അരച്ചാൽ ഭക്ഷണം പാകം ചെയ്യാം. പിന്നെ എല്ലാം ഉപയോഗിക്കാം. ചകിരി കയറുണ്ടാക്കാൻ ഉപയോഗിക്കാം. മാറ്റ് കയറും ഒക്കെ ഉണ്ടാക്കാം. ഒരു തേങ്ങക്ക് 25 റുപ്യ എന്ന് പറഞ്ഞേ. ഒരു തേങ്ങക്ക് 25 രൂപ. ഒരു തേങ്ങക്ക് 25 റുപ്യ. വലുതാണെങ്കിൽ ചെറുതാണെങ്കിൽ 25 കിട്ടുമോ? ആവറേജ് കിട്ടും. വേറൊരു ആനമരം, വേറൊരു ആനപ്പാറ കണ്ടങ്ങള്. ആനക്കുട്ടിയല്ലേ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്? ഒരു ആനപ്പാറാണ് ഇത്. ചെറിയ ആനക്കുട്ടിയാണ്. ഇതാണ് കൈപ്പക്ക വളർത്തുന്ന പച്ചക്കറി. എന്താണ് നോക്കി, കൈപ്പക്കയാണ് ഇതെങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. കൈപ്പക്ക വളർന്നുകൊണ്ടിരിക്കുകയാണ്. കർമൂസേ, കർമൂസ ഉണ്ട്, പപ്പായ എല്ലാം ഉണ്ട്. തേക്കിന്റെ കണ്ടു. തേക്കിന്റെ ഇതാണല്ലേ കർമൂസ കണ്ടോ? പപ്പായ ഉണ്ട്. അതുപോലെ തേക്കിന്റെ മരങ്ങൾ ഇപ്പൊ കുറെ ഉണ്ട്. നല്ല അടിയുള്ള തേക്കിന്റെ മരം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു തേക്കിന് 70,000 റുപ്യാണ് ഞാൻ വില കൊടുക്കുന്നത്. ഒരു ആവറേജ് തേക്കിന് 70,000 റുപ്യാണ് വില പറയുന്നത്. നല്ല കട്ടിയുള്ള ഒരു തേക്കിന് ഏകദേശം ഒരു എന്താ പറയുക, ഒരു 1,10,000 റുപ്യാണ് ചോദിക്കുന്നത്. കുമ്പളങ്ങ വളർത്തുന്നത് എന്താണ് നോക്കി നിങ്ങൾ. ഇത്രയും എഫക്റ്റീവായിട്ട് സ്ഥലങ്ങൾ ഉപയോഗിക്കുക, വീടുകൾ ഇതൊക്കെ വെക്കുന്നതിന് പകരം ചെടികൾ വെച്ചിട്ട് ലാഭം ഉണ്ടാക്കണം. എന്താണ് ഈന്തിൻ്റെ മരം, അതാണ് സൈക്കസിൻ്റെ മരമാണ് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ കുറേ വാഴകൾ. ഇത് സപ്പുമാൻ്റെ വാഴത്തോട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഉമ്മാൻ്റെ വാഴത്തോട്ടാണ്. ഇതൊക്കെ ഉമ്മാൻ്റെ വാഴത്തോട്ടാണ്. കണ്ടോ? അതന്നെ, ഇത് വാഴത്തോട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കണത്. ഇത്രങ്ങാനും വാഴയാണ് നോക്കി, ഇഷ്ടം പോലെ വാഴ. ഇന്ന് ഓരോന്ന് നല്ല നല്ല പഴം കിട്ടുകയും. ഇനി വാപ്പക്ക ഈ വാഴൻ്റെ ഫലായിലിനെ കുറിച്ചൊന്ന് പറയും. വാഴൻ്റെ ഒരു മിനിറ്റ് ഇതാ. വാഴൻ്റെ ഉള്ളിലുള്ള വായമ്പുണ്ടി. വായമ്പുണ്ടി അത് വയറ്റിൽ വളരെ നല്ല ഉപ്പേരി ഉണ്ടാക്കിയാൽ വയറ് ക്ലീനാവും. വായമ്പുണ്ടി നടക്കും. ശ്രദ്ധിച്ച് നടക്കാനുണ്ട്. ചളിയാണ്. നല്ല ചളിയാണേ, അതാണ് ശ്രദ്ധിച്ച് നടക്കാൻ പറയണത്. സ്ലിപ്പൊക്കെ ആവുണ്ടതാ. ഇനി പറയും വാഴന്റെ ഉപകാരങ്ങൾ. വാഴ മുതൽ അതിന്റെ കായ മുതൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കഴിക്കുന്നില്ല. പക്ഷെ ഇല നല്ല വൃത്തിയായിട്ട് ഇല കഴിക്കാം. ഇലയിൽ ഭക്ഷണം കഴിക്കാം. പിന്നെ വാഴക്ക് എന്താ ഉപകാരം? വാഴന്റെ കൊല നമുക്കറിയാം, പഴയല്ലേ. അതിന്റെ ആ കുടിക്കുന്ന സാധനം അതോട് ജ്യൂസ് ഉണ്ടാക്കാം. വാഴ ജ്യൂസ് ഉണ്ടാക്കിയത് ഒക്കെ ഉണ്ടാക്കാം. എല്ലാം ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കാം. നല്ല എവിടെ
ആ ചേന കൃഷി ഇവിടെ നിങ്ങൾ കാണുന്ന ചേനയുടെ കൃഷിയാണ്. ചേന എങ്ങനെ വളർത്തിയിട്ടുണ്ട്. ഒരു ചേനക്ക് 1 കിലോ ചേനക്ക് 50 റുപ്യാണ് കണക്ക് വരുന്നത്. അങ്ങനെ 50 റുപ്യ ചേന ഉണ്ട്. ഒരു ആവറേജ് ചേന 3 കിലോ വരും. അപ്പോൾ അപ്പോൾ ഈന്ന് ഏകദേശം 200-150 റുപ്യ ഓരോ ചേനയൊന്നും കിട്ടും. അപ്പോൾ നല്ലൊരു ലാഭം അവിടെ ഉണ്ടാക്കുക. ചേന കുഴിച്ചിടാനും അത്ര പൈസ ഒന്നും കൊടുക്കണ്ട. എന്നാലും നല്ലൊരു ചിന്താഗതിയാണ് അവിടെ വരുന്നത്. ഇപ്പം നമുക്ക് 1-2 ചേന നമ്മളെ വീട്ടിലേക്ക് കഴിക്കാനാണെങ്കിലും 1-2 ചേന നമുക്ക് എടുക്കുന്നതിന് ലാഭമാണ്. ഇതാ പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ കൃഷി ചെയ്യാൻ നിങ്ങളെ പ്രശ്നമാക്കുന്നത്? പന്നി വന്ന് ചേന തിന്നു പോകും. അതാണ് പന്നിയാണ് പ്രശ്നം. തേങ്ങ വളരെ ലാഭമാണ്. പക്ഷെ മൊച്ച ഒത്തങ്ങിന്റെ മുകളിൽ കയറിയാൽ തേങ്ങ ഇടുന്ന മാതിരി മൊച്ച തേങ്ങ. ഇതിനൊക്കെ കുറക്കാൻ നമ്മൾ എന്താ ചെയ്യുക? അതാണ് എന്താ ചെയ്യാ? പന്നിയുടെ ശല്യം, മൊച്ചന്റെ ശല്യം. ഇതിന് പരിഹാരം കണ്ടാൽ കൃഷിക്കാരൻ രക്ഷപ്പെടുന്നു. അല്ലെങ്കിൽ അതാണ് കൃഷിക്കാരന്റെ അവസ്ഥ. അതാണ് അവസ്ഥ. അത് ഓരോ ഗവൺമെന്റ് വേണ്ട സ്റ്റെപ്പ് എടുക്കണം. ഓക്കെ. ഇത് നമ്മളെ പുൽച്ചിക്കാടിന്റെ ഓവർവ്യൂ കഴിയുകയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കൃഷിക്കാരൻ എത്രത്തോളം അദ്ദേഹത്തിന്റെ കൃഷി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ ഒന്ന് പറയും, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ആയിക്കോട്ടെ, നന്നായി വരട്ടെ എല്ലാവരും.